Hello friends, welcome back to Easy Study. ഇന്ന് നമുക്ക് സീൻ 4 നോക്കാം. Elves and the Shoemaker scene 4 നോക്കാം. The next morning, enter the shoemaker and his wife. They were surprised to see 6 pairs of shoes on the table. Shoemaker, oh my, 6 pairs of shoes? Shoemaker's wife, again, wow, they are pretty too. Who is sewing all these shoes? Shoemaker, I don't know what's going on. കസ്റ്റമേഴ്സ് എൻറ്റർ ദ ഷോപ്പ് ആസ് സൂൺ ആസ് എ ഷൂ മേക്കർ ഓപ്പൺസ് ദ ഡോർ. ഇവിടെ എന്താണ് സംഭവിച്ചത്? നമ്മൾ മുന്നത്തെ സീനിൽ കണ്ടതാണ്. രണ്ട് എൽഫ്സ് വന്നിട്ട് ടേബിളിൽ കയറി പാട്ട് പാടിക്കൊണ്ട് ആ 6 പെയർ ഓഫ് ഷൂസിന് വെച്ച ലെതർ വെച്ചിട്ട് ഷൂസ് ഉണ്ടാക്കുന്നത്. അത് അവരവിടെ വെച്ചിട്ട് ഉറങ്ങാൻ പോയി, ആര്? ഷൂ മേക്കറും വൈഫും. അവർ നെക്സ്റ്റ് മോർണിംഗിൽ വന്ന് നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? അവരപ്പോൾ വീണ്ടും സർപ്രൈസ്ഡായി. ശരിക്കും ഇവർ അറിയില്ല ഇത് ആരാണ് ചെയ്യുന്നതൊന്നും ഇവർക്ക് അറിയില്ലായിരുന്നു. They don't know who were making all these shoes. They are surprised to see the 6 pairs of shoes. ഇവിടെ ഷൂസ് 6 pairs of shoes ആണുള്ളത്. 6 ഷൂസ് ഉണ്ട് അല്ലേ? 6 ഷൂസില്ല, 6 പെയർ ഓഫ് ഷൂസ്. പെയർ അറിയില്ലേ? ഒരു ഷൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പെയർ, രണ്ടെണ്ണമായിരിക്കും. ഷൂ മേക്കർ എന്താണെന്ന് പറയുക, ആകെ അമ്പരപ്പോടെ ചോദിക്കും, ഓ മൈ ഗോഡ് എന്ന് പറയും പോലെ, ഓ മൈ 6 പെയർ ഓഫ് ഷൂസ്. അപ്പോൾ ഷൂ മേക്കേഴ്സ് വൈഫും പറയും പിന്നെയും എഗെയിൻ, വാവ് ദേ ആർ പ്രെറ്റി ടോ, നല്ല ഭംഗിയുണ്ട്. ഹൂ ഇസ് സ്വിങ് ഓൾ ദീസ് ഷൂസ്? ആരായിരിക്കും ഇതൊക്കെ തുന്നി വെക്കുന്നത്, സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന് ഷൂ മേക്കേഴ്സ് വൈഫ് പറയും. ഷൂ മേക്കർ, ഐ ഡോണ്ട് നോ വാട്ട്സ് ഗോയിങ് ഓൺ, എനിക്കറിയില്ല ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോഴേക്കും എന്താ സംഭവിച്ചേ? Customer enters the shop as soon as the shoemaker opens the door. ഡോർ തുറക്കേണ്ട താമസം അവിടെ കസ്റ്റമർ വന്നു. കസ്റ്റമർ 2 ആണേ. നേരത്തെ കസ്റ്റമർ 1 വന്നത് നമ്മൾ കണ്ടിരുന്നു. ഒരു ഷൂ വാങ്ങിയിട്ട് പോയിരുന്നു, 1 പെയർ വാങ്ങി പോയിരുന്നു. ഇപ്പോൾ കസ്റ്റമർ 2 ഒരു വുമൺ ആയിരുന്നു വന്നത്. ഓ ദീസ് ആർ ലവ്ലി ഷൂസ് ഡിയർ, ഐ വുഡ് ലൈക്ക് ടു ബൈ ദം. അപ്പോൾ ഒരു കസ്റ്റമർ, രണ്ടാമത്തെ കസ്റ്റമർ വന്നത് ഒരു വുമൺ ആയിരുന്നു. അപ്പോൾ അവർക്ക് ആ ഷൂ കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അവർക്കത് വാങ്ങാനോ കൊതി തോന്നി. കസ്റ്റമർ 3, അപ്പോൾ അതൊരു കസ്റ്റമർ 3 ഒരു മാൻ ആയിരുന്നു. യെസ് ദേ ആർ ആൻഡ് ലുക്ക് അറ്റ് ദീസ്, ഇതൊക്കെ നോക്കി എന്തൊരു ഭംഗിയാണ്, നല്ല ഭംഗിയുണ്ടല്ലേ എന്ന് പറയും. കസ്റ്റമർ 2 വീണ്ടും പറയും ദേ ലുക്ക് ഗ്രേറ്റ്, നല്ല ഭംഗിയുണ്ട് കാണാൻ എന്ന് പറയും. കസ്റ്റമർ 3, a man looking at the shoemaker, we will take both these pairs. Shoemaker, of course, thank you very much sir. അപ്പോഴെന്താണ് കസ്റ്റമർ 3 പറയുന്നത്? നമുക്ക് ഈ ഷൂ ഇഷ്ടപ്പെട്ടു, അപ്പം നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ടേക്ക് ബോത്ത് ദീസ് പെയർസ്, ഈ 2 പെയറും നമ്മളെടുക്കാം. ഷൂ മേക്കർ പറയും ഓഫ് കോഴ്സ് താങ്ക് യു വെരി മച്ച്. എക്സിറ്റ് കസ്റ്റമേഴ്സ്, അവിടുന്ന് കസ്റ്റമേഴ്സ് പോയി, ഷൂ മേക്കർ ആൻഡ് ഹിസ് വൈഫും പോയി. അങ്ങനെ നറേറ്റർ വരും. നറേറ്റർ നെക്സ്റ്റ് ആ ഒരു പശ്ചാത്തലം വിവരിക്കാൻ വേണ്ടി നറേറ്റർ വന്നു. The shoemaker sold the shoes straight away. Days passed. Each day, the shoemaker bought more leather. And the next morning, he found new shoes. Soon the shoemaker became rich. അപ്പോഴെന്താണ് അവിടെ? അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. അതൊന്നും ഇപ്പോൾ സ്റ്റേജിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നറേറ്റർ അത് വിവരിച്ചു. എന്താണ് വിവരിച്ചത്? ഡേയ്സ് കഴിഞ്ഞു, കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവർക്കിങ്ങനെ എപ്പോൾ എൽസ് വന്നു സഹായിക്കുന്നത് കൊണ്ട് അവർ ഷൂ നല്ലവണ്ണം വിറ്റ് പോയി. അവർ ഒരുപാട് പൈസ ഉണ്ടാക്കി. അവർ റിച്ചായി വന്നു. നറേറ്റർ എക്സിസ്റ്റ്. ഷൂമേക്കർ ആൻഡ് ഹിസ് വൈഫ് എൻ്റർ. നൗ ദേ ആർ ഡ്രസ്ഡ് ഇൻ എ ഫൈൻ കോസ്റ്റ്ലി ക്ലോത്ത്സ്. കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവർ റിച്ചായി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോഴവർ നല്ല ഭംഗിയുള്ളതും നല്ല റിച്ചായിട്ടുള്ള കോസ്റ്റ്ലി ഡ്രസ്സുമാണ് അവരിപ്പോൾ ധരിച്ചിരിക്കുന്നത്. അങ്ങനെ അവർ ആ ഒരു സ്റ്റൈലിൽ അവർ വന്നു, സ്റ്റേജിലേക്ക് എൻ്ററായി. ഷൂമേക്കേഴ്സ് വൈഫ്, വി മസ്റ്റ് ഫൈൻഡ് ഔട്ട് ഹൂ ഇസ് ഹെൽപ്പിംഗ് അസ്. അപ്പോൾ കുറേ കാലം സത്യം പറഞ്ഞാൽ ഒരു ജോലിയും ചെയ്യുന്നില്ല. എൽസാണ് രാത്രി വന്നിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നതും. ഇവർ ആ ഷൂ വിട്ടിട്ട് നല്ല റിച്ചായി മാറി. സോ ഇവർക്ക് ഇപ്പോൾ തോന്നി നമുക്ക് ആരാണ് ഇവരെ സഹായിക്കുന്നതെന്ന് കണ്ടുപിടിക്കണമെന്ന് ഇവർക്ക് തോന്നി. ഷൂമേക്കേഴ്സ് വൈഫ് പറഞ്ഞു. ഷൂമേക്കർ, യു ആർ റൈറ്റ്, ലെറ്റ്സ് സ്റ്റേ അപ്പ് വൺ നൈറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൂ ഡസ് ഇറ്റ് ഓൾ. അപ്പോൾ ഷൂമേക്കർ പറയും ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ്, നമുക്ക് ഒരു ദിവസം രാത്രി ഉറങ്ങാതെ കാത്തു നിൽക്കാം, ഇതാരാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാമെന്ന് പറയും. ഷൂമേക്കേഴ്സ് വൈഫ്, വി മസ്റ്റ് ഗിവ് ഹിം എ ഗിഫ്റ്റ്. ഷൂമേക്കർ, ലെറ്റ്സ് ഗിവ് ഹിം എ ഗുഡ് ഫീസ്റ്റ്. ഷൂമേക്കേഴ്സ് വൈഫ്, ഡെഫിനറ്റ്ലി. എന്താണ് പറയുക? ഷൂമേക്കറിന് സന്തോഷമല്ലേ ഉള്ളത്, കാരണം അവർ
ഷൂ ഉണ്ടാക്കി കൊടുത്തത് കൊണ്ടല്ലേ, എൽപ്സ് ആണെന്നൊന്നും ഇവർക്ക് അറിയില്ല. ആരാണോ അവർ ഷൂ ഉണ്ടാക്കി കൊടുത്തത് കൊണ്ടാണ് ഇവരിപ്പോൾ റിച്ച് ആയത്. സോ അവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഷൂ മേക്കേഴ്സ് വൈഫ് പറയും. അപ്പോൾ ഷൂ മേക്കർ എന്താ പറയുക, നമുക്ക് അവർക്കൊരു നല്ല ഫീസ്റ്റ് കൊടുക്കാം, ഒരു ട്രീറ്റ് പോലെ ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ പറയും. ഷൂ മേക്കേഴ്സ് വൈഫ് ഉറപ്പായിട്ടും കൊടുക്കാം, ഡെഫിനറ്റ്ലി. അത് പറഞ്ഞതുകൊണ്ട് ആ ഡയലോഗ് കഴിഞ്ഞതിന് ശേഷം അവിടെ കർട്ടൻ താണു. നെക്സ്റ്റ് സീൻ 5. താങ്ക് യു.